ഒരു 12 വയസ്സുള്ള ബാലൻ തന്റെ അമ്മയുടെയും അച്ഛന്റെയും 2 ചെറിയ സഹോദരിമാരുടെയും കൂടെ വലിയൊരു വീടിന്റെ തറനിലയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ മുറിയിൽ താമസിക്കുമായിരുന്നു. പെൺകുട്ടികൾ വളരെ ചെറുതായതിനാൽ അവൻ പലപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. ഒരു രാത്രി അവൻ കാരണമില്ലാതെ നടുരാത്രി ഉണർന്നു. മുറിയിൽ ഫാൻ ഓണായിരിക്കുകയും എപ്പോഴുമെന്ന പോലെ ശാന്തവുമായിരുന്നു. എങ്കിലും ഉറക്കം കിട്ടുന്നില്ലായിരുന്നു. വെള്ളം കുടിക്കാൻ പുറത്തു പോയി വന്നപ്പോൾ തന്റെ മുറിയിൽ നിന്ന് ഒരു അന്യമായ ശബ്ദം കേട്ടു. പക്ഷേ പരിശോധിച്ചപ്പോൾ എല്ലാം സാധാരണമെന്ന പോലെ തന്നെ തോന്നി. അതിനാൽ അവനൊരു അസ്വസ്ഥത തോന്നി. ഒടുവിൽ ഹാളിലുള്ള സോഫയിൽ കിടക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ അവന്റെ അമ്മ മുറിയിൽ നിന്ന് ഒരു അത്യന്തം മോശം നാറ്റം വരികയാണെന്ന് പരാതിപ്പെട്ടു. പക്ഷേ അവൻ അതിനെ അവഗണിച്ചു. അടുത്ത രാത്രി എയർ കണ്ടീഷൻ ഓണായിരുന്നിട്ടും അവൻ വീണ്ടും ഉണരുകയായിരുന്നു. ഒരു ശ്വാസം എടുക്കുന്ന പോലെയുള്ള അന്യമായ ശബ്ദം കേട്ടാണ് ഉണർന്നത്. ഭയപ്പെട്ട് കിടക്കയുടെ കീഴിൽ നോക്കിയപ്പോൾ അവൻ അവിടെയൊരു ആൾ ഒളിച്ചിരിക്കുന്നത് കണ്ടു. ഭയത്താൽ അവൻ ഓടിപ്പോയി മാതാപിതാക്കളെ വിളിച്ചു. അച്ഛൻ അടിയന്തിരമായി അവനെ കിടക്കയുടെ കീഴിൽ നിന്ന് വലിച്ചെറിഞ്ഞ് വീടിന് പുറത്തേക്ക് തള്ളിയിട്ടു. ആ മനുഷ്യൻ കുറേ ദിവസങ്ങളായി അവന്റെ മുറിയിൽ ഒളിച്ചിരുന്നതാണ്.